ഹലോ ഗായ്സ്, അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പം ഞാൻ പൊതുവേ വീഡിയോസ് ഇടൽ കുറവാണ്, നിങ്ങൾക്കറിയാം. ഷോർട്സ് ആണ് കൂടുതൽ ഇടാറ്. അങ്ങനെയും നിങ്ങളിരുന്ന് കണ്ടോട്ടെ വിചാരിച്ചാലും ഒരു മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അതൊക്കെ അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കുബൂസിൻ്റെ റെസിപ്പി. അതിന് കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ചിക്കൻ സ്ക്യൂവറിൻ്റെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ ചിക്കൻ കബാബ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ കുബൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 കപ്പ് ചൂടാറിയ പാലിൽ ഒരു ചെറിയ കുപ്പി ഈസ്റ്റ് ചേർത്ത് അതൊന്ന് ഫെർമെൻ്റ് ആവാൻ വെച്ച ശേഷം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീഡിയോയിൽ നേരത്തെ കണ്ടതുപോലെ നല്ല പൊന്തി വരും. ആ മൂടി പൊക്കാൻ നേരത്തുള്ള ആ ഒരു ഫോം കണ്ടില്ലേ, ആ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കുബൂസ് റെഡിയായെന്നാണ് അർത്ഥം. ഇനി അതിൻ്റെ അകത്ത് ഫുൾ എയർ ട്രാപ്പ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് പരുവത്തിലാക്കിയ ശേഷം 2-3 ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് അത് നോർമൽ പൊടിയിട്ട്, നമ്മുടെ മൈദയുടെ പൊടിയിട്ട് പരത്തിയെടുക്കുക. ഇനി പരത്തി ഈ കുബൂസ് പാനിൽ ഇട്ട് അപ്പുറം ഇപ്പുറവും മറിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചേർക്കാം, എണ്ണ ചേർക്കാതെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, നമ്മൾ പാലിൽ ഈസ്റ്റ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. അങ്ങനെ ഫസ്റ്റ് കുബൂസ് റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ സ്ക്യൂവർ അല്ലെങ്കിൽ ചിക്കൻ കബാബിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നോക്കാം. അതിനായി ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ തൈര് ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടത് ക്യാപ്സിക്കവും സവാളയാണ്. അപ്പോൾ ക്യാപ്സിക്കവും സവാളയും നമ്മൾ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്ന കരുതി കാണിക്കാത്തതാണ്. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് മസാല യൂസ് ചെയ്തോ ആ സെയിം മസാല യൂസ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഈ സ്ക്യൂവറിലേക്ക് ചിക്കൻ, സവാള, ക്യാപ്സിക്കം നിങ്ങളുടെ ഇഷ്ടമുള്ള ഓർഡറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്ത് ഒന്ന് പാക്ക് ചെയ്തെടുക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ഓരോ ചിക്കൻ സ്റ്റഫ് ചെയ്ത സ്ക്യൂവേഴ്സും വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാനിടുക. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഏകദേശം കുക്കായി വരും. കാരണം ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് ഒത്തിരി ടൈം ഒന്നും എടുക്കില്ല. ഇനി ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറു സൈഡ് മറിച്ചു കൊടുത്ത് 2 സൈഡും നല്ല മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി, ടേസ്റ്റി, സ്പൈസി ചിക്കൻ സ്ക്യൂവേഴ്സ് അല്ലെങ്കിൽ ചിക്കൻ കബാബ് റെഡിയായി. കുബൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡു ട്രൈ ഔട്ട് ആൻഡ് സെൻഡ് മീ യുവർ ഫീഡ്ബാക്ക്. മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്യൂവറിൽ നിന്ന് ഓരോ ചിക്കൻ പീസും പിച്ച് തിന്നാൻ മടിയുള്ളവർക്ക് നമ്മുടെ കുബൂസിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുത്ത് ഒന്ന് റാപ്പ് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. സോ സീ യു അഗൈൻ വിത്ത് അനദർ വീഡിയോ. ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്. ടേക്ക് കെയർ.